ഹലോ, അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാം എത്താറായി. നിങ്ങളെല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു തുടങ്ങി, നിങ്ങളുടെ റിവിഷനൊക്കെ ചെയ്ത് തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റേഴ്സ് ഫുള്ള് പഠിച്ചിട്ടുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിന്ന് റിപ്പീറ്റ് ചോദിക്കാനും നല്ല ചാൻസ് ഉണ്ട്. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് കൂടാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി. യൂട്യൂബ് ചാനൽ എടുക്കുക, അതിൻ്റെ പ്ലേ ലിസ്റ്റിലുണ്ടാവും ക്ലാസ് 5 ആനുവൽ എക്സാം 2025 അവിടെ ഒരു ഫോൾഡർ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കിട്ടും കേട്ടോ. അപ്പം നമ്മളിന്ന് നോക്കുന്നത് ഹിന്ദി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്കിത് ചെറിയൊരു സ്റ്റോറി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഏക് കേങ്കടാ था, उसके प्यास लगी, वह पानी पीने तालाब गया. तालाब में एक कछुआ, एक मेंढक और एक मछली रहते थे. मेंढक ने केकट को डरा दिया. मछली ने उसे पानी पिलाया. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? കേക്കട്ടാത്ത. അപ്പോൾ എന്താണ്? ഒരു ഞണ്ടുണ്ടല്ലേ, ഞണ്ടിന് വല്ലാതെ ദാഹിച്ചു. അപ്പോഴോ അത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോയി. കുളത്തിൽ ആരൊക്കെയുള്ളത്? ഒരു കച്ചുവ ഉണ്ട്, ഒരു ആമയുണ്ട്, ഏക്ക് മേൻടക്ക് ഉണ്ട്. മേൻടക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തവള ഉണ്ട്, പിന്നെ മച്ചിലി ഉണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. മേൻടക്കിനെ കേക്കട്കോ ഡറാ ദിയ. അപ്പോൾ ഈ കേക്കട്ടിനെ കണ്ട്, ഞണ്ടിനെ കണ്ട് ആര് പേടിച്ചു? നമ്മുടെ മേൻടക്ക് പേടിച്ചു കേട്ടോ, തവള പേടിച്ചു. എന്നിട്ടോ മച്ചിലിനെ ഉസെ പാനി പിലായ. അപ്പോൾ നമ്മുടെ മീൻ ആർക്ക് വെള്ളം കൊടുത്തു? ഞണ്ടിന് വെള്ളം കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ കിസ്കോ പ്യാസ് ലഗി. ആർക്കാണ് ഇവിടെ ദാഹം വന്നത്? കേക്കട്കോ അല്ലേ. ആർക്കാണ് ദാഹം വന്നത്? നമ്മുടെ ഞണ്ടിനാണ് ദാഹം വന്നത് കേട്ടോ. കോൺ ഡർഗയ. ആരാണ് പേടിച്ചത്? മേൻടക്കാണ് കേട്ടോ, തവളയാണ് അല്ലേ. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേക്കട്ട് ക്യോൻ തലാബ് ഗയ. എന്തിന് വേണ്ടിയിട്ടാണ് തലാബ്? തലാബ് എന്ന് പറഞ്ഞാൽ കുളമാണ്. കുളത്തിലേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? പാനി പീനേക്കോ അല്ലേ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കുളത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. മച്ച്ലേനെ ക്യാ കിയ. മീൻ എന്താ അപ്പോൾ ചെയ്തത്? മീൻ വെള്ളം കൊടുത്തു അല്ലേ, പാനി ദിയ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സഹി പ്രസ്താവ് ചുൻകർ ലിഖോ. ശരിയായിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ മാത്രം വായിക്കാം. തലാബ് മേ മേൻടക് കച്ചുവ ഓർ മച്ച്ലി രേത്തേത്തെ. അതെന്താണ്? കുളത്തിൽ ആരൊക്കെയാണുള്ളത്? മച്ചിലിയും മേൻടക്കും കച്ചുവയും ആണ് കുളത്തിലുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്ര ദേഖോ ഓർ ഉചിത് വാക്യ ചുൻകർ ലിഖോ. ഇവിടെ നമുക്ക് നല്ല ജലമുറുകീൻ്റെ ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങൾ ചിത്രങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്പർ ഇട്ടിട്ട്. എന്നിട്ട് ഇവിടെ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിന് ചേരുന്ന സെൻറ്റൻസ് ഏതാണോ അത് നോക്കി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ കഥ അറിയാമല്ലോ. അപ്പം ഇവിടെ ഞാൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഇവിടെ പിക്ചറിൽ നമ്പർ ഉണ്ട്, ഇവിടെ ആൻസറിലും ഞാൻ നമ്പർ എഴുതിയിട്ടുണ്ട്. അമൻ കാ ഘർ നദിക്കോ കിനാരെ പർ ഹേ. അമ്മൻ്റെ വീട് എവിടെയാണ്? നദിയുടെ തീരത്താണ് അല്ലേ. അപ്പോൾ ഇതാണ് ഒന്നാമത്തത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് എന്താ? വഹാ ജൽമുർഗിയോ കാ ഏക് പരിവാർ രഹതാ താ. അവിടെ ആരുണ്ട്? ആരുടെ കുടുംബമുണ്ട്? നമ്മുടെ ജലമുർഗിയുടെ കുടുംബമുണ്ട് അല്ലേ. ഇനി മൂന്നാമത്തത് നോക്കൂ. ഏക് ദിൻ. ഇതാണ് നിങ്ങൾക്ക് നമ്പർ ഇട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഏക് ദിൻ ജൽമുർഗിയോ കോ ചൂഞ്ചെ ഘർ മേ ഗൂസ് ആയ. ഓക്കെ, ഇനി നാലാമത്തത് നോക്കൂ. അപ്പം ജലമുർഗീൻ്റെ കുട്ടികളൊക്കെ ഇവരെ വീട്ടിലേക്ക് വന്നു അല്ലേ. ആരുടെ വീട്ടിലേക്ക്? അമ്മൻ്റെ വീട്ടിലേക്ക്. ഇനി ഏക് ബില്ലി ചൂഞ്ചോക്കോ പക്കറ്റിനെ ആയി. അപ്പോൾ ആര് വന്നു? ഒരു ബില്ലി വന്നു അല്ലേ, ഒരു പൂച്ചക്കുട്ടി വന്നു. ചൂഞ്ചെ നദിക്ക് തരഫ് ദോഡ് പടേ. ഓക്കെ, അപ്പോൾ ഈ നമ്പർ ഇട്ടത് നിങ്ങൾ നോക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലത്തെ ചിത്രം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തരാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ ചാപ്റ്ററിൽ വേറെ ഏതെങ്കിലും ചിത്രങ്ങളായിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം കേട്ടോ. നിങ്ങളുടെ സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവിതാംശ് പഠോ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖോ. ഈ തന്നിട്ടുള്ള കവിത വായിച്ചിട്ട് ഇവിടെ തന്നിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അതായത് ഈ ക്വസ്റ്റ്യന് ആൻസർ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കവിത എന്ന് നോക്കാം അല്ലേ നമുക്ക്. പാനി സേ ഹി ഇസ് വസുധാ പർ സബ്കാ ജീവൻ ചൽത്താ. എന്താണ്
ഈ ജലത്തിനെ ആധാരമാക്കിയിട്ടാണ് നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ ജീവനും നിലനിൽക്കുന്നത് അല്ലേ. യെസ്. അപ്പം ഭൂമി കാ സമാനാർത്ഥ ശബ്ദ കവിതാംശ സേ ചുൻകർ ലിഖോ. ഭൂമി എന്ന വാക്കിന് സമാനമായിട്ടുള്ളൊരു പദം എവിടെ ഉണ്ട്? ഈ 2 വരിയിലുണ്ട്. അത് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതേതാണ്? വസുധ ആണ് അല്ലേ. യെസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പാനി ജീവൻ കാ ആധാർ ഹേ. പാനിക്ക് മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരോ. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5ാം ക്ലാസ്സിന് മാത്രമല്ല 6ാം ക്ലാസ്സിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പാനീനെ വെച്ചിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാൻ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പാനി ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ എന്തായിരിക്കും, കാടിനെ കുറിച്ചിട്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പാനിയാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പാനി അമൂല്യ ഹേ. ഓക്കെ. അങ്ങനെ എഴുതിയിട്ട് നല്ല ഭംഗിയിൽ നിങ്ങൾ ഒരു ബോക്സൊക്കെ വരച്ചിട്ട് എന്തെങ്കിലും പാനീനെ റിലേറ്റ് ചെയ്യുന്നൊരു ചിത്രമൊക്കെ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രക്ക് ആധാർ പർ വാക്യക്ക് പൂർത്തി കരോ. ഈ ചിത്രം നോക്കിയിട്ട് നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഡാഷ് രോത്താഹേ. ആരാണ് ഇവിടെ കരയുന്നത്? ബാലു ആണല്ലേ. ബാലു രോത്താഹേ. പിന്നെന്താണ് ഇവിടെ മയിൽ എന്താ ചെയ്യുന്നത്? നാച്താഹേ. എന്താണ്? കളിക്കുകയാണല്ലേ, ഡാൻസ് കളിക്കുകയാണ്. അടുത്തതെന്താ? ഫൂൽ ഗിൽത്താഹേ. ഓക്കെ. ഫൂല് എന്താണ്? പൂവ് വിരിയണല്ലേ. യെസ്. അടുത്തതെന്താണ്? ഇവിടെ ഒരു നായ്ക്കുട്ടി ഉറങ്ങുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്തെഴുതും? കുത്താ സോത്താഹേ അല്ലേ. ഇനി അപ്പുറത്ത് എന്താ? ഒരു പക്ഷി ഉണ്ട്. പക്ഷി എന്താ ചെയ്യുന്നത്? പറക്കുക അല്ലേ. അപ്പം ചിടിയ ഉടുത്തി ഹേ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഈ പിക്ചർ തന്നെ തരണം എന്നില്ല. നമ്മുടെ ടെക്സ്റ്റിൽ റിലേറ്റ് ചെയ്ത് മറ്റ് പിക്ചർ തരാനും ചാൻസ് ഉണ്ട്. എന്നാലും ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. എങ്ങനെയാണ് ഓരോന്നിൻ്റെയും എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് വേർഡ്സൊക്കെ നിങ്ങൾ വാക്യങ്ങളൊക്കെ നോക്കി സൂക്ഷിച്ച് വെക്കണം കേട്ടോ. ഇപ്പം ചിലപ്പോൾ ജലമുറുകീനെ തരാൻ ചാൻസ് ഉണ്ട് അല്ലേ, ബില്ലി ആയിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ എല്ലാത്തിൻ്റെയും എന്താണ് സ്പെല്ലിംഗ് ഒക്കെ നോക്കി വെക്കണം. ഓക്കെ. അക്ഷരങ്ങൾ കേട്ടോ. യെസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവിതാംശ് പഠോ ഓർ പ്രശ്നോക്കെ ഉത്തർ ലിഖോ. ഈ കവിത വായിച്ചിട്ട് നമ്മളോട് തന്നിട്ടുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. യെസ്. അപ്പോൾ ഈ കവിത അതെ 1 2 3 4 5 6 വരെയുള്ളൊരു കവിതയാണ് തന്നിട്ടുള്ളത്. ചിടിയാക്കി ചേഞ്ച് മേ ക്യാ ഹേ. അപ്പോൾ കവിത ഒന്ന് വായിച്ച് നോക്കുക. ചിടിയ ലിയെ ചേഞ്ച് മേ തിൻക ചലി ബനാനെ ഘർ. കോൻ രഹേഗ ഉസ് ഘർ കെ അന്തർ. ആരാണ് ആ വീട്ടിൻ്റെ ഉള്ളിലുള്ളത് അല്ലേ. ചിടിയാക്കെ 2 ബച്ചേ ഹോങ്കെ ഉസ് ഘർ കെ അന്തർ. ഈ കൂട്ടിൻ്റെ ഉള്ളിൽ ആരാ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആരാ ഉള്ളത്? ചിടിയൻ്റെ ബച്ച ഉണ്ട് അല്ലേ, ചിടിയൻ്റെ കുട്ടികളുണ്ട്, പക്ഷിയുടെ കുട്ടികളുണ്ട് അല്ലേ, കിളിക്കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. ചിടിയാക്കി ചേഞ്ച് മേ ക്യാ ഹേ. ഇപ്പോൾ പക്ഷിയുടെ കൂട്ടിൻ്റെ ഉള്ളിൽ ആരാണുള്ളത്? 2 ബച്ചേ. ഇത് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 2 ബച്ചേ ഹോങ്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആശയവാലി പങ്ക്തിയോ ചുൻകർ ലിഖോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേ ഹേ. ഈ കൂട്ടിൻ്റെ ഉള്ളിൽ ആരാണുള്ളത്? പക്ഷീൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. യെസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വാക്യം ഉണ്ടാക്കാനാണ് കേട്ടോ. ചിത്ര ദേഖോ 5 വാക്യം ലിഖോ. ചിത്രം നോക്കിയിട്ട് 5 വാക്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല രസകരമായിട്ടുള്ളൊരു ചിത്രമാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ എന്തെഴുതാം? ഏക്ക് തലാബ് ഹേ. തലാബിൽ ആരൊക്കെ ഉണ്ട്? മച്ഛലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം അല്ലേ. പിന്നെ ബന്ദർ പേഡ്മേ എന്താ ചെയ്യുന്നത്? കളിക്കുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പിക്ചർ തന്നെ തരില്ല കേട്ടോ, ചിലപ്പോൾ വേറെ പിക്ചർ ആയിരിക്കാം. അപ്പം നിങ്ങൾ എന്ത് പഠിക്കണം? നിങ്ങൾ വാക്യം ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കണം. മനസ്സിലായല്ലോ. ഫൂലുണ്ട് അല്ലേ, മെയിൻ ടെക്ക് ഉണ്ട്, പിന്നെ ആരാ? ബന്ദറുണ്ട്, പേടുണ്ട്, തലാബുണ്ട്. അപ്പം നിങ്ങൾ വാക്യം ഉണ്ടാക്കി പഠിക്കണം കേട്ടോ. സിമ്പിൾ വാക്യങ്ങൾ മതി അല്ലേ. ഈ കുളത്തിൽ മച്ഛലി ഉണ്ട് എന്ന് എഴുതാം, പാറപ്പുറത്ത് ഇങ്ങനെ മേണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്, കുരങ്ങൻ മരത്തിൽ കയറി കളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം കേട്ടോ. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ക്ലാസ് 5 ആനുവൽ എക്സാം 2025 എന്നുള്ള ഫയൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാം.